നമസ്കാരം. പൈറ്റ്സ് വൺ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ്. നമസ്കാരം സർ. നമസ്കാരം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് തുഷാർ ഗാന്ധി ആക്രമിക്കപ്പെട്ട സംഭവം അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. എന്തുകൊണ്ടാണ് തുഷാർ ഗാന്ധി ആക്രമിക്കപ്പെട്ടത്? തുഷാർ ഗാന്ധി ആക്രമിക്കപ്പെട്ടത് വളരെ വേദനാജനകവും അതോടൊപ്പം തന്നെ ജനാധിപത്യ വിശ്വാസികളെയും അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഈ ഭരണഘടനയെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഗൗരവകരമായിട്ടുള്ള ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ രാജ്യത്തെ ഭരണഘടന ഉറപ്പു നൽകുന്നതാണ് മൗലിക അവകാശങ്ങളിൽ ഒന്നാണ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയോ അതല്ലെങ്കിൽ തങ്ങളുടെ അഭിപ്രായം മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനോ ഒക്കെ തന്നെ ഭരണഘടന എല്ലാ തരത്തിലുമുള്ള സ്വാതന്ത്ര്യവും അവകാശവും നൽകുന്നുണ്ട്. ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് കേരളം പോലെയുള്ള ഈ പറയുന്ന ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി BJPയെയും അല്ലെങ്കിൽ RSSനെയും ഒക്കെ തന്നെ ഈ പറയുന്ന നിയമസഭയുടെ പടിക്കെട്ടിൽ പോലും കയറ്റാതെ ജനാധിപത്യ ബോധവും അല്ലെങ്കിൽ ഉയർന്ന മതേതരത്വ ബോധവുമുള്ള ഒരു സമൂഹത്തിലെത്തി കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു പൊതുപരിപാടിയിൽ അദ്ദേഹം സംസാരിച്ചതിൻ്റെ പേരിൽ ഉടൻ തന്നെ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തെ ആക്രമിക്കുവാനും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാഹനം തടഞ്ഞു നിർത്തി അദ്ദേഹത്തെ കൊണ്ട് എന്ത് ചെയ്യുവാണ്, ഇനി നിർബന്ധപൂർവം വായടപ്പിക്കുവാനുള്ള ഒരു ശ്രമമാണ് ഉണ്ടായിട്ടുള്ളത്. അത് വളരെ ഫാസിസത്തിന്റെ ഏറ്റവും അടുക്കത്തെ ഉദാഹരണമാണ്. അത് വളരെ പ്രതിഷേധാർഹമാണ്. ഈ പറയുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തവർക്കെതിരെ അടിയന്തരമായിട്ട് ഈ പറയുന്ന കേരളത്തിലെ പോലീസും മറ്റ് ഭരണ സംവിധാനവും നടപടിയും കൈക്കൊള്ളേണ്ടതാണ്. ഗാന്ധിജിയുടെ കൊച്ചുമകൻ ആക്രമണത്തിനിരയാവുകയും അതിന് നേതൃത്വം കൊടുത്തവരെ അനുസ്മരിക്കപ്പെടുകയും ചെയ്യുന്നതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇവിടെ ഗാന്ധിജിയുടെ ചെറുമകൻ എന്നുള്ളത് ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് എന്തുണ്ട്, ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ പിതാമഹനായിട്ടുള്ള മഹാത്മാഗാന്ധിജിയെ ഈ പറയുന്ന കൊലപാതകത്തുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയമായിട്ടുള്ള ഒരു സംഘടനയ്ക്കെതിരായിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ ബോധത്തെ ഇല്ലാതാക്കാനുള്ള പൗരസ്വാതന്ത്ര്യത്തെ അടച്ചു വാങ്ങുന്ന ഈ പറയുന്ന രാജ്യത്തിൻ്റെ ഒരു മതപരമായുള്ള രീതിയിലേക്ക് രാജ്യത്തെ നയിക്കുന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിനെതിരായിട്ട് പ്രതികരിക്കാനുള്ള മൗലികമായിട്ടുള്ള അവകാശമുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം അത് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വിനിയോഗിച്ചിട്ടുള്ളത്. അദ്ദേഹം ആരെയും എന്ത് ചെയ്തിട്ടില്ല, വ്യക്തി ആക്ഷേപമൊന്നും നടത്തിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണ്, നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വം, നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം, നമ്മുടെ രാജ്യത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയും ഒക്കെ തന്നെ ഒരു ക്യാൻസർ മുഖേന പോലെ എന്ത് ചെയ്യുന്നു, RSSും സംഘപരിവാറും എന്ത് ചെയ്യുന്നു, കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. അതിലെന്താണ് പ്രശ്നം? അദ്ദേഹം പറഞ്ഞത് യാഥാർത്ഥ്യമല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യുന്നു, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ഇന്ന് പൗരനവകാശമില്ല, അല്ലെങ്കിൽ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പൗരനവകാശമില്ല, ഇഷ്ടമുള്ള ചിത്രകാരന്മാർക്ക് ചിത്രം വരയ്ക്കാൻ സ്വാതന്ത്ര്യത്തിന് വിലക്കുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ചലച്ചിത്രം സംവിധാനം ചെയ്യുന്നവർക്ക് അവർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനനുസരിച്ചുള്ള ചലച്ചിത്രം സംവിധാനം ചെയ്ത് പുറത്തിറക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യുന്നു, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പൂച്ചുവിലങ്ങിട്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ മൗലികമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു അപ്രഖ്യാപിതമായിട്ടുള്ള അടിയന്തര അവസ്ഥയിലൂടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യങ്ങളെ തളച്ചിട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഒരു ഏകശിലാ ഭാഗത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ എങ്ങനെയാണോ ഈ പറയുന്ന ഹിറ്റ്ലറും അല്ലെ എങ്ങനെയാണോ മുസോളിനിയും ഒക്കെ തന്നെ ഈ പറയുന്ന ഇറ്റലിയിലും ജർമ്മനിയിലും ഒക്കെ ചെയ്ത അതേ കാര്യങ്ങളിലേക്കാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്താണ്, ഇതേ കാര്യങ്ങളാണ് അവരും ചെയ്തിട്ടുള്ളത്. മറിച്ചായി കഴിഞ്ഞാൽ അവർ കേസ് കൊടുക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. തീർച്ചയായിട്ടും അവർ കേസ് കൊടുക്കുകയും അതല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അവർക്ക് അനുകൂലമായിട്ടുള്ള എന്ത് ചെയ്യുന്നു, കോടതി വിധികളെ അവരെന്ത് ചെയ്യുന്നു, ബോധപൂർവം ഭരണത്തിന്റെ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തി ഈ പറയുന്ന ഗവൺമെന്റ് സംവിധാനങ്ങളെയും ഗവൺമെന്റ് മിഷണറികളെയും ഒക്കെ ഉപയോഗപ്പെടുത്തി എന്ത് ചെയ്യുന്നു. അല്ലാതെ ആളുകളെ എന്ത് ചെയ്യുന്നു, വിചാരണ കൂടാതെ പലരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന അവർ ഭീകരവാദികളായിട്ട് മുദ്ര കുത്തുന്നു, അല്ലെങ്കിൽ അവർ മതപരമായിട്ടുള്ള ആളുകളെ വിഭജനം നടത്തുന്നു. അപ്പോൾ എന്താണ് അവർ ആഗ്രഹിക്കുന്നത്, അത് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ചോദ്യം ചെയ്യാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. നമ്മുടെ പല സംസ്ഥാനങ്ങളിലും നമുക്കറിയാം, ആഴ്ചകളും മാസങ്ങളുമായിട്ട് കലാപങ്ങളും അല്ലെങ്കിൽ ഇത്തരം അന്തരീക്ഷങ്ങളും നടക്കുന്നു. ആർക്കും തന്നെ ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല. ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ സംഘപരിവാർ ഒരാളെ പെടുത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടുത്തെ പോലീസ് പെടുത്തിക്കഴിഞ്ഞാൽ അവൻ്റെ വീടുകൾ എന്ത് ചെയ്യുന്നു, പൊളിച്ച് നശിപ്പിക്കപ്പെടുന്നു. അവൻ്റെ കൃത്യമായിട്ടുള്ള വിചാരണ, അവന് ഭരണഘടന ഉറപ്പു നൽകുന്ന വിചാരണ അല്ലെങ്കിൽ ഈ പറയുന്ന നിയമസഹായം ലഭ്യമാകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് ഉണ്ട്. ഇന്ന് കേരളത്തിലെത്തു എന്ന് പറയുമ്പോൾ അത് വളരെ ചെറുത്ത് നിൽക്കേണ്ടതാണ്, അല്ലെങ്കിൽ ചെറുത്ത് തോൽപ്പിക്കേണ്ടത് തന്നെയാണ്. ഇത്രയേറെ സംഭവങ്ങൾ ഉണ്ടായിട്ട് ഇപ്പൊ തുഷാർ ഗാന്ധിയുടെ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാൻ പിണറായി വിജയനോ ഇവിടുത്തെ ഭരണകൂടമോ സംവിധാനങ്ങളോ അല്ലെങ്കിൽ പാർട്ടികളോ രാഷ്ട്രീയ നേതാക്കളോ ഒന്നും തയ്യാറാകുന്നില്ല. ഇവിടെ ഭരണപക്ഷത്തിന്റെയോ പ്രതിപക്ഷത്തിന്റെയോ പ്രശ്നമല്ല. തുഷാർ ഗാന്ധി തന്നെ ഈ കാര്യത്തിൽ വളരെ വ്യക്തമായി തന്നെ പ്രതികരിച്ചു. കേരളം പോലെയുള്ള ഒരു സമൂഹത്തിൽ ഇത്തരക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ കേരളത്തെ രാജ്യത്തെ ബാധിച്ചിട്ടുള്ള ഈ പറയുന്ന വിപത്ത് കേരളത്തിൽ എത്താതെ തടയാനുള്ള ജാഗ്രത
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയും സ്വീകരിക്കണമെന്നാണ് അതേ വേദിയിൽ തന്നെ എന്ത് ചെയ്തിട്ടുള്ളത്, തുഷാർ ഗാന്ധി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതേസമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ സംഘപരിവാറുകാർക്ക് അഴിഞ്ഞാട്ടം നടത്തുവാൻ, അതല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രശ്നം അവിടെ ഉണ്ടായി എന്ന് കാണുമ്പോൾ അദ്ദേഹത്തിന് മാർഗം ഒരുക്കുവാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന് സുരക്ഷ കൊടുക്കാനുള്ള ബാധ്യത നമ്മുടെ സംസ്ഥാന സർക്കാരിനുണ്ട്. കാരണം അദ്ദേഹം കേരളത്തിൽ ഒരു അതിഥിയായിട്ട് വന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഈ പറയുന്ന കുടുംബം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ രാജ്യത്തിന് വേണ്ടി ആ കുടുംബം നൽകിയ സംഭാവനകൾ, അല്ലെങ്കിൽ മഹാത്മാഗാന്ധിജിയുടെ ജീവിതം മുതൽ അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം മുതൽ ഈ രാജ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. എങ്ങനെയാണോ അവർ മഹാത്മാഗാന്ധിജിയെ എന്ത് ചെയ്തത്, പേടിച്ചത്. കാര്യം മഹാത്മാഗാന്ധിജിയെ പോലെയുള്ള ലോകാരാധ്യനായിട്ടുള്ള ഒരാളെ ഈ പറയുന്ന ജനുവരി മാസം 30 1948 ഡൽഹിയിലെ ബിർള മന്ദിറിൽ അദ്ദേഹം കൊല്ലപ്പെടുമ്പോൾ നമുക്കറിയാം ഈ ലോകം തന്നെ അദ്ദേഹത്തെ എന്ത് ചെയ്ത് ബഹുമാനിച്ച ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തെ എന്ത് ചെയ്തത്, ശത്രുപക്ഷത്ത് നിർത്തിയത്. എന്തിനു വേണ്ടിയാണ് ശത്രുപക്ഷത്ത് നിർത്തിയത്? നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ എന്താണ്, മഹാത്മാഗാന്ധിജി എന്ത് ചെയ്തു, മതേതരത്വം ഉയർത്തിപ്പിടിച്ചു. മഹാത്മാഗാന്ധിജി എന്ത് ചെയ്തു, ഈ പറയുന്ന രീതിയിൽ രാജ്യത്തിന്റെ മതപരമായിട്ടുള്ള വിഭജനത്തിനെതിരായിട്ട് നിലപാടെടുത്തു. മഹാത്മാഗാന്ധിജി എന്ത് ചെയ്തു, ഈ രാജ്യത്തെ ജനങ്ങളെ ഏകോദര സഹോദരന്മാരെ പോലെ എന്ത് ചെയ്തു, ചേർത്ത് പിടിച്ചു. അതാണ് മഹാത്മാഗാന്ധി ചെയ്ത തെറ്റ്. ആ തെറ്റിന് വേണ്ടിയിട്ടാണ് മഹാത്മാഗാന്ധിജി എന്ത് ചെയ്തത്, അവർ ഈ പറഞ്ഞ പോലെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. അതേ ഗാന്ധിജിയുടെ ആത്മാവിനെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഗാന്ധിജിയുടെ കുടുംബത്തെ പോലും, അല്ലെങ്കിൽ ആ വാക്കിനെ, ഗാന്ധി എന്ന നാമോദയത്തെ അല്ലെങ്കിൽ ആ പേരിനെ പോലും ഇന്നും എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഹിന്ദുസ്ഥാൻ ഫാസിസ്റ്റുകളും അതോടൊപ്പം തന്നെ സംഘപരിവാർ ശക്തികളും എന്ത് ചെയ്യുന്നു, ഭയത്തോടു കൂടി കാണുന്നു. അവരുടെ അഭിപ്രായ പ്രകടനങ്ങളെ എന്ത് ചെയ്യുന്നു, അടിച്ചമർത്താനുള്ള ശ്രമം നടക്കുന്നു. അപ്പോൾ അതിന് കേരളം പോലെ ഒരു സംസ്ഥാനത്തിൽ പിണറായി വിജയനെ പോലെയുള്ള CPM-ന്റെ ഉന്നതനായിട്ടുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിൽ അവർക്ക് സാധിക്കുന്നു എന്നുള്ളത് വളരെ നിരാശാകരമാണ്, വേദനാജനകമാണ്. അത് ഗവൺമെന്റ് തിരുത്തപ്പെടേണ്ടതാണ്. ഇത്തരക്കാർക്കെതിരെ സ്വമോട്ട എന്ത് ചെയ്യണം, ഗവൺമെന്റിന് കേസെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇത്തരത്തിൽ റോഡ് തടഞ്ഞു നിർത്തിയതുമായിട്ട് ബന്ധപ്പെടുത്തി, ഭീഷണിപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെടുത്തി കേസെടുക്കാവുന്നതാണ്. പക്ഷേ ഈ നിമിഷം വരെയും എന്ത് ചെയ്തിട്ടില്ല, ഗവൺമെന്റ് അത്തരത്തിലൊരു കേസോ നിയമ നടപടിയോ സ്വീകരിച്ചിട്ടില്ല. ഈ ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു തുടങ്ങിയ നേതാക്കന്മാരെല്ലാം സംഘപരിവാറിന്റെ ശത്രുക്കളാകുന്നത് എങ്ങനെയാണ്? ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു അല്ലെങ്കിൽ ഈ പറയുന്ന ദേശീയ നേതാക്കന്മാരും ഒക്കെ തന്നെ RSSന്റെ ശത്രുക്കളാവാനുള്ള കാരണം വളരെ വ്യക്തമാണ്. കാരണം 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമരം പുതിയൊരു മാർഗത്തിലൂടെ മുൻപോട്ട് പോകുന്നത്. ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് 1925 രാഷ്ട്രീയ സ്വയം സേവക സംഘം RSS എന്ന് പറയുന്ന സംഘടന മഹാരാഷ്ട്രയിലെ നാഗാപൂരിൽ എന്ത് ചെയ്യപ്പെടുന്നത്, രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഈ രണ്ട് സംഘടന, അദ്ദേഹം 1925 RSS രൂപീകരിക്കപ്പെട്ട് 1948 വരെയുള്ള കാലഘട്ടത്തിൽ നമുക്കറിയാം നമ്മുടെ സ്വാതന്ത്ര്യ സമരം 1920-കൾക്ക് ശേഷം എല്ലാവരും ഏറ്റെടുത്ത ഒരു സ്വാതന്ത്ര്യ സമരമായിരുന്നു. അതിൽ കൃഷിക്കാരുണ്ടായിരുന്നു, ഈ പറയുന്ന യുവാക്കളുണ്ടായിരുന്നു, വിദ്യാർത്ഥികളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ ജനവിഭാഗങ്ങളും, അതായത് തൊഴിലാളികളും ഈ പറഞ്ഞ ജന്മികളും എല്ലാവരും ഏകോദര സഹോദരന്മാരിൽ പോലെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം വേണം, അല്ലെങ്കിൽ എങ്ങനെയും എന്ത് ചെയ്യണം, ഈ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ ഈ പറഞ്ഞ മോചിപ്പിക്കണമെന്നുള്ള ആവശ്യമായിട്ട് മുന്നോട്ട് പോയതാണ്. ആ കാലഘട്ടത്തിൽ പോലും എന്ത് ചെയ്തിട്ടില്ല, രൂപം കൊണ്ടിട്ടുള്ള RSSന്റെ നമുക്കറിയാം സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് നേതാക്കന്മാരുടെ പടവും ചിത്രവും പേരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പറയാൻ കഴിയുന്നു, ഇന്ത്യയിലെ പല ദേശീയ സംഘടനകൾക്ക് കഴിയുന്നു. പക്ഷേ RSSനോ അല്ലെങ്കിൽ ഈ പറയുന്ന സംഘടനകൾക്കൊന്നും തന്നെ ഒരാളുടെ പേര് പോലും എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്കിനെ കുറിച്ച് പറയുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് അവർ പലപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാരെ എന്ത് ചെയ്യുന്നത്, അവരുടെ എന്ത് ചെയ്യുന്നത് ആലയിലേക്ക് കൊണ്ട് കെട്ടാൻ പലപ്പോഴും ശ്രമം നടത്തുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, സ്വാതന്ത്ര്യത്തിന്റെ ഒരു കലണ്ടർ വലിച്ചു കീറി കളഞ്ഞത് കൊണ്ട് ചരിത്രം ഇല്ലാതാകുന്നില്ല. ഈ രാജ്യത്തെ ചരിത്രത്തെ നശിപ്പിക്കുവാനോ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ ഇല്ലാതാക്കാനോ ഒന്നും ഇതുകൊണ്ട് സാധിക്കുകയില്ല. ഈ തുഷാർ ഗാന്ധിയെ ആക്രമിച്ചവരുണ്ടല്ലോ, അവർക്കെതിരെ എന്തെങ്കിലും നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയില്ലേ, അല്ലെങ്കിൽ അതിന്റെ നിയമ സാധ്യതകൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും തുഷാർ ഗാന്ധിയെ പോലെയുള്ള വളരെ രാജ്യം ആദരിക്കപ്പെടുന്ന മഹാത്മാഗാന്ധിജിയുടെ പവിത്രനും അതോടൊപ്പം തന്നെ അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ നേതാവുമായിട്ടുള്ള അദ്ദേഹത്തിന് നേരെ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കടിച്ചു കീറുന്ന രീതിയിൽ, അല്ലെങ്കിൽ അയാളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ, ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിനെതിരെ നടത്തിയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ശക്തമായ നടപടി കേരള പോലീസും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ ഈ സമയവും സ്വീകരിച്ചിട്ടില്ല. നമുക്ക് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ കാണാം ഇത്തരം കാര്യങ്ങളെ അടിച്ചമർത്താൻ കേരളത്തിലെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു കാലത്ത് ഉത്തരേന്ത്യയിൽ മാത്രം കേട്ടുകേൾവിയുള്ള കാര്യമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. തുഷാർ ഗാന്ധിയെ ആക്രമിച്ച രീതി അഭിപ്രായ സ്വാതന്ത്ര്യത്തോടുള്ള വെല്ലുവിളിയാണ്.